കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാ കുപ്രചരണങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ 14 ജില്ലകളിലും ഒരു ആധികാരിക വിജയം സ്വന്തമാക്കാൻ SFI എന്ന ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സാധിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിലെ സ്കൂളുകളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ സംഘടനാ അടിസ്ഥാനത്തിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന 623 സ്കൂളുകളിൽ 541 സ്കൂളുകളിലും വിജയിച്ചത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. SFI നേടിയ മറ്റു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെക്കാൾ തിളക്കമാർന്നൊരു വിജയമാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അടുത്ത തലമുറ വിദ്യാർത്ഥികൾ പോലും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി തിരഞ്ഞെടുക്കുന്നത് SFI ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഘടനാ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്, ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ SFIക്ക് നേരെ വ്യാജ പ്രചരണങ്ങളുടെ ഒരു കെട്ടഴിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ വ്യാജ പ്രചരണങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഇതേ സിദ്ധാർത്ഥിന്റെ കലാലയമായ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉൾപ്പെടെ SFI വലിയ വിജയം സ്വന്തമാക്കിയിരുന്നുവെങ്കിലും ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയം SFIയെ അവരുടെ യഥാർത്ഥ ശക്തി അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഓരോ ജില്ല തിരിച്ചുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ തിളക്കം നമുക്ക് വ്യക്തമായി മനസ്സിലാകും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും ഒരുപോലെ വിജയം ആവർത്തിക്കാൻ SFIക്ക് സാധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് 87 സ്കൂളുകളിലാണ് സംഘടനാ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 84 SFI തന്നെ വിജയിച്ചു. കൊല്ലത്ത് 94-ൽ 81 SFI വിജയിച്ചപ്പോൾ പത്തനംതിട്ടയിൽ 31 സ്കൂളുകളിൽ 30 SFI വിജയിച്ചു. ഇനി വടക്കൻ ജില്ലകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് 55 സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 45 വിജയിച്ചത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. കണ്ണൂരിൽ 110 സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 90 വിജയിക്കാൻ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇത്ര വലിയൊരു പ്രതികൂല കാലാവസ്ഥ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ സൃഷ്ടിച്ചിട്ടും സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരല്പം പിന്നിലേക്ക് പോയി ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, ദാരുണമായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ഒരു കുപ്രചരണം SFIക്ക് നേരെ നടത്തുകയുണ്ടായി. ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളിൽ ഉൾപ്പെട്ട മുഴുവൻ SFI പ്രവർത്തകരെയും ആ നിമിഷം തന്നെ, ഏറ്റവും അടുത്ത നിമിഷം തന്നെ നടപടിയെടുത്ത് സംഘടനയിൽ നിന്ന് പുറത്താക്കി മാതൃക തീർത്ത SFI ആണ് സിദ്ധാർത്ഥിനെ കൊന്നത് എന്ന് തലക്കെട്ട് നിരത്തി SFIയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക തിടുക്കമുണ്ടായിരുന്നു. പക്ഷേ ആ തിടുക്കമൊന്നും തന്നെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ SFIയുടെ സ്ഥാനത്തിനൊരു കുലുക്കമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ തന്നെ പിന്നെ നടന്ന 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ആദ്യത്തേത് അവിടുത്തെ മാനേജ്മെന്റ് കൗൺസിലിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ SFI ഒരു ഭാഗത്തും മറുഭാഗത്ത് KSU MSF ഫ്രട്ടേണിറ്റി സഖ്യം സ്വതന്ത്ര മുന്നണിയായുമാണ് മത്സരിച്ചത്. എന്നാൽ SFI അവിടെ 427 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ SFIക്ക് ലഭിച്ചത് 655 വോട്ടാണ്. അതേസമയം KSUവും MSFും ഫ്രട്ടേണിറ്റിയും ഒക്കെ ചേർന്ന് സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ചിട്ട് പോലും സിദ്ധാർത്ഥിന്റെ മരണം സൃഷ്ടിച്ച ഒരു പുകമുറയുടെ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അതേ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ SFIയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 427 വോട്ടാണ്. അതായത് സ്വതന്ത്ര മുന്നണി നേടിയ 228 വോട്ടിന്റെ ഇരട്ടിയേക്കാൾ അധികം വോട്ട് SFIയുടെ ഭൂരിപക്ഷമായി ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ മാധ്യമ മുറികളിൽ എത്ര തന്നെ വിചാരണകൾ തുടർന്നാലും
SFI അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, അവരുടെ വിജയം അവർ ആവർത്തിക്കുക തന്നെ ചെയ്യും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അതിനു മുൻപ് നടന്ന പല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും.